Hello all, this is Anuja and you are watching Essence of Science. അപ്പോൾ ഈ വീഡിയോനകത്ത് നമ്മൾ 2025 റെലവെന്റ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട ഒരു 5 AI ടൂൾസ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ചാറ്റ് GPT. അപ്പോൾ ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു AI ടൂൾ ആണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആവട്ടെ അഡൾട്ട്സ് ആവട്ടെ എല്ലാവരും ഈക്വലി യൂസ് ചെയ്യുന്ന ഒരു AI ടൂൾ തന്നെയാണിത്. അപ്പോൾ ഇതിനകത്ത് പറയുവാണെങ്കിൽ ഒരു ചാറ്റ് ബോട്ട് മാത്രമായിട്ടാണ് മിക്ക ആൾക്കാരും ഇതിനെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന് വേറെയും ഒരുപാട് യൂസസ് ഉണ്ട്. ഇപ്പോൾ സച്ച് ആസ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ വേറെ ഒരു സ്റ്റേറ്റ് കൺട്രിയിലോട്ടൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഡിഫിക്കൽട്ടി വരികയാണെങ്കിൽ നമുക്ക് ഇതിനൊരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഫോർ ഈസി കമ്മ്യൂണിക്കേഷൻ. പിന്നെ PDF സമ്മറൈസേഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്റ്റുഡൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് വല്ല ടോപ്പിക് മനസ്സിലാവാത്തൊക്കെ വരികയാണെങ്കിൽ ആ ടോപ്പിക് സമ്മറൈസേഷൻ, ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഇറ്റ്, അങ്ങനെ എക്സാം ഓറിയന്റഡ് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു AI പ്ലാറ്റ്ഫോം തന്നെയാണിത്. പിന്നെ യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ കോണ്ടന്റ്സ് ഐഡിയാസ് കിട്ടുന്നതിന് വേണ്ടിയൊക്കെ ഇതിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻ ടോട്ടൽ ഇതൊരു വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു AI പ്ലാറ്റ്ഫോം തന്നെയാണ് ചാറ്റ് GPT. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കി നോക്കാം, ആൻഡ് ദാറ്റ് ഇസ് പെർപ്ലെക്സിറ്റി AI. ഇതൊരു റിസർച്ച് പ്ലാറ്റ്ഫോം ആണ്. ഇപ്പൊ നമുക്ക് എന്തൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടും അറിയണമെങ്കിൽ ഇൻ ഡീറ്റെയിൽ വളരെയധികം ഒരു കോൺസൈസ് ആയിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ, ഒരു റിസർച്ച് ലെവൽ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാവുന്നതാണ്. റിസർച്ച് സ്കോളേഴ്സിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കൊരു വെരി ക്വിക്ക് സ്മാർട്ടർ ആയിട്ടൊരു ആൻസർ നമുക്ക് ഈ ഒരു AI പ്ലാറ്റ്ഫോമിന് കിട്ടുന്നതാണ്. നൗ ദ നെക്സ്റ്റ് വൺ, ദ തേർഡ് വൺ ആണ് റൺവേ ML. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു AI പ്ലാറ്റ്ഫോം ആണിത്. ഇത് വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പൊ നമുക്ക് വേണ്ട വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ, ഇപ്പൊ എന്തെങ്കിലും ഒബ്ജക്ട്സിനൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ, ഇറേസ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റോ ടെക്സ്റ്റ് മെസ്സേജോ ഒക്കെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്കൊരു AI ജനറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ ഇതൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നമുക്ക് നമ്മുടെ സ്കില്ലും ഈ AI ടൂൾസും ടുഗെദർ നമുക്ക് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിന് വെരി പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റാവുന്നതാണ്. ഇതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു AI പ്ലാറ്റ്ഫോം ആണ് ലെവൻ ലാബ് എന്ന് പറയുന്നത്. അത് ഒരു വോയിസ് ഓവർ AI പ്ലാറ്റ്ഫോം ആണ്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റോ സ്ക്രിപ്റ്റോ എന്തായാലും നമ്മൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹ്യൂമൻ ലൈക്ക് വോയിസ് ഓവർ നമുക്ക് കിട്ടും. ശരിക്കും ഒരു മനുഷ്യ ശബ്ദം പോലെ തന്നെ ഇരിക്കും. അപ്പൊ ഇതും യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇപ്പൊ നിങ്ങളൊരു ഫേസ്ലെസ് യൂട്യൂബ് ചാനലാണ് റൺ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് ഒക്കെയാണ് നിങ്ങളുടെ ചാനലിൽ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു AI ജനറേറ്റഡ് ആനിമേറ്റഡ് വീഡിയോസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇടാൻ താല്പര്യമെങ്കിൽ, അതിനൊക്കെ നിങ്ങൾക്ക് ബാക്കിൽ വോയിസ് ഓവർ ആയിട്ട് ലെവൻ ലാബ് വഴി ജനറേറ്റ് ചെയ്യുന്ന വോയിസ് ഓവേഴ്സ് ഇടാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു AI പ്ലാറ്റ്ഫോം ആണ്. ആൻഡ് നൗ ദ ലാസ്റ്റ് വൺ ഇസ് നോഷൻ AI. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലേസി ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറ്റി ഒരു വെൽ ഓർഗനൈസ്ഡ് ആൻഡ് പ്രൊഡക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഒക്കെ കൊണ്ടു നടക്കണമെങ്കിൽ നോഷൻ AI ഒരു ബെസ്റ്റ് AI പ്ലാറ്റ്ഫോം ആണ്. ഇതിനകത്ത് പ്രൊഡക്ടിവിറ്റി ആണ് ഏറ്റവും കൂടുതൽ അവർ എയിം ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി ടൈം, അതൊക്കെ നമുക്ക് ഇതിനകത്ത് സ്കെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ടാസ്ക് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മളത് മറന്നു പോകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടാസ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി ഈസിയർ ആൻഡ് ഓർഗനൈസ്ഡ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു AI പ്ലാറ്റ്ഫോം ആണിത്. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് AI പ്ലാറ്റ്ഫോംസ്. ഞാൻ ഇതിനകത്ത് ചുമ്മാ ഒരു 5 എണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് AI പ്ലാറ്റ്ഫോംസ് ഉണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. അതും വളരെയധികം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള AI ടൂൾസ് തന്നെയാണിത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആൻഡ് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇഫ് സോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇതിനകത്ത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന AI ടൂൾ, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള AI ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ഡു ഡ്രോപ്പ് എ കോമന്റ് ബിലോ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.